എന്താന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. കാച്ചില് ഞങ്ങള് കാച്ചിലിന്റെ പുഴുങ്ങ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ, ഉണ്ട് തേങ്ങ ചേർത്ത് കഴിക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് ഈ കാച്ചിൽ കൊണ്ട് ഒരു പുഴുക്ക തയ്യാറാക്കണം. കപ്പയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ കാച്ചിൽ പുഴുക്കും മീൻകറി, അല്ലെങ്കിൽ കാച്ചിൽ പുഴുക്കും ചമ്മന്തി കൂട്ടിയും കഴിക്കാൻ. അപ്പം ഞാനിത് ഒന്ന് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. 1 കിലോ ഉണ്ടായിരിക്കും. ഇത് വാങ്ങിച്ച കാച്ചിലാണ്. കാരണം ഞങ്ങളുടെ കാച്ചിൽ വളരെ ചെറുതാണ്. അപ്പം ഞങ്ങളത് പറിച്ച് വെച്ച് അടുത്ത വർഷത്തേക്ക് വിത്തിനിട്ടേക്കും. അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പം ഇത് ഞാൻ ക്ലീൻ ചെയ്ത് നുറുക്കി കൊണ്ടുവരാം. പുറത്ത് പോയി കേട്ടോ, നുറുക്കി കൊണ്ടുവന്നിട്ട് കാണിക്കാം. നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത കാച്ചിൽ ഇതേ ഈ പരുവത്തിൽ നുറുക്കി, കപ്പ നുറുക്കും പോലെ ആ രീതിയിൽ കഷ്ണങ്ങളാക്കി എടുത്ത് 3-4 ട്രിപ്പ് കഴുകി അതിൻ്റെ ഞോളപ്പൊക്കെ കളഞ്ഞേച്ച് ഈ ഞോള പോലെ ഇരിക്കും കാച്ചിൽ. അതിനങ്ങനെയുള്ളതായി. ചേമ്പിനും കുറച്ചുണ്ടത്. കപ്പയ്ക്കും ചേനയ്ക്കും ആ വിഷയമില്ല. അത് കഴിഞ്ഞിട്ട് നെകക്ക വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് വേവിക്കാം. അത് ഈ മേടിച്ച കാച്ചിലായതുകൊണ്ട് വേവ് ചിലപ്പോൾ ഇച്ചിരി ഉണ്ടാവും. കടയിൽ ഫ്രഷ് ആവണമെന്നില്ലല്ലോ കിട്ടണത്. അതുകൊണ്ട് നമുക്കൊരു 2 വിസിലടുപ്പിച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം. പിന്നെ കപ്പയുടെ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പം നമുക്ക് ഇത് ഇനി അടപ്പ് വെച്ച് അടച്ച് വേവിക്കാൻ വെക്കണ ആ ടൈമിൽ തന്നെ കറണ്ട് പോകുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഫുൾ ഫ്ലെയിമിലാട്ടോ. അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പും കൂടെ ഒന്ന് തയ്യാറാക്കാം. ഒരു മുഴുത്ത മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 5-6 ദളം ചുമന്നുള്ളി, 2 ദളം വെളുത്തുള്ളി. പിന്നെ ഞാൻ എരിവിന് മുളക് പൊടി കാണിച്ചു തരാം എന്തോരാന്ന്. അധികം എരിവ് വേണ്ട. ഇതിന് പച്ചമുളകല്ലാട്ടോ എടുക്കണതാ, നമ്മുടെ എരിവ് മുളക് പൊടി എടുക്കണതാ. ഇത് മതിയാവും. ഈ പുഴുക്കെന്ന് പറയുമ്പോൾ അധികം അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ. ഞാൻ പിടിച്ചു തരാം. സ്വല്പം മഞ്ഞപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പൊടിക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇടന്നിട്ട് ഞാൻ പിടിക്കുന്നത്. അത് മതി. പൊടികൾ ഇത് രണ്ടും ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇച്ചിരി വെള്ളം ചേർത്ത് നമ്മുടെ ഈ കപ്പയ്ക്ക് ചെയ്യും പോലെ വെണ്ണ പോലെ അരയ്ക്കുമല്ലോ, ഒതുക്കിയെടുക്കും. ഞാൻ ഒതുക്കിക്കൊണ്ടിങ്ങനെ വരാം. എന്നിട്ട് ആ പരുവം കാണിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ വെച്ചിരുന്നാൽ പിന്നെ ഇത് റെഡി ആകുമ്പോൾ അരപ്പയിലേക്ക് ചേർത്താൽ മതി. ഞാൻ ഇത് ഒതുക്കിയെടുക്കണത് സമയലാഭം തന്നെയല്ല. കറണ്ട് പോയാൽ പിന്നെ ഒതുക്കാൻ പറ്റൂല. അതുകൊണ്ടാട്ടോ. തുറക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കുറച്ചോടെ ഉടയണമെന്നുള്ളവർക്ക് ഉടച്ചെടുക്കുക. അത് നമുക്ക് അരപ്പ് ചേർക്കുമ്പോൾ ഒന്ന് കാണിക്കാം നമ്മുടെ പാകം എങ്ങനെയാണ്. ഇനി എന്നാന്നറിയാമോ, ഈ വെള്ളം ഞാൻ ഊറ്റിക്കൊണ്ടുവരാം. ഇപ്പം തന്നെ ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് അരപ്പ് ചേർക്കണം. കുറച്ച് വെള്ളം ഇതിൽ നിർത്തി വെച്ച് ബാക്കി വെള്ളം ഊറ്റിയെടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഈ അരപ്പൊന്ന് വേവിക്കാൻ. ഒതുക്കി വെച്ചതാട്ടോ കാണിച്ചാര്. അതെ, കുഴിയിലേക്ക് ഇട്ട് ആ വെള്ളത്തിലൊന്ന് മിക്സ് ആക്കി ഇത് മൂടി പൊത്തി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അരപ്പ് വേവായിക്കോളും. അപ്പോൾ ആ വെള്ളവും വറ്റി കിട്ടും. എന്നിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ഉടയ്ക്കണമെന്നുള്ളവർക്ക് ഉടച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. കുറച്ചൊന്ന് ഉടച്ച് നമുക്ക് ഇത് കൊണ്ട് ചെയ്യാം. അതായിരിക്കില്ലേ നല്ലത്. അതായി വന്നോളൂ. കാച്ചിലിൻ്റെ വേവ് അനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ. ഞാൻ ഈ പറഞ്ഞില്ലേ മേടിച്ചതായതുകൊണ്ടാണ് കുക്കറി വെച്ച് അടുപ്പത്ത് വെച്ച്. അല്ലെങ്കിൽ ചിലപ്പോൾ വേവ് ഒരുപാട് താമസം വരും വെന്ത് വരാൻ. അതുകൊണ്ട് ഇതൊന്ന് അരപ്പ് വെന്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് കടുക് പൊട്ടിക്കണം. ഇങ്ങനെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ കാച്ചിൽ പുഴുക്ക് റെഡിയാവും. ഫ്ലെയിം കൂട്ടിയിടാം. കാരണം വെള്ളം അങ്ങ് വറ്റിക്കോട്ടെ. വെള്ളം ഉണ്ടല്ലോ, കുറച്ച് വെള്ളം നിർത്തിയാണ് ഊറ്റിയെടുത്തത്. ഒരു വെറൈറ്റി ഫുഡാണ്. പണ്ടത്തെ കാലത്തെ പുഴുക്കാട്ടോ. ഈ കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ വീടുകളിൽ നിന്ന് കാച്ചിൽ ഉണ്ടാവൂല്ലോ. അപ്പം അത് പറിച്ച് പുഴുക്കുണ്ടാക്കി എടുക്കുന്ന രീതിയാണിത്. ഇവിടെ അമ്മച്ചി ചെയ്യുമായിരുന്നെന്നാണ് പറഞ്ഞത് പണ്ട്. ഇച്ചിരി വേപ്പില അങ്ങ് ഇട്ടേക്കാം. പിന്നെ കടുക് വറക്കുമ്പോൾ ഇച്ചിരി ചേർക്കാം. ഇച്ചിരി ഉപ്പ് പോരായികയായിട്ട് തോന്നി. ഒരു പൊടിക്കൊന്ന് ചേർത്തേക്കാം. നന്നായിട്ട് ഉടഞ്ഞല്ലോ. ഞാനത് ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്തത്. ഇങ്ങനെ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാം അല്ലേ? ആർക്കും ഉണ്ടാക്കാം. അത് കപ്പപ്പുഴുക്ക് പോലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, പഴയ രീതിയിലുള്ളൊരു പണ്ടുകാലത്തെ ഭക്ഷണം. നമ്മളെപ്പോഴും നാടൻ അടുക്കളയല്ലേ. എനിബഡി ക്യാൻ കുക്ക്. അതെ, അതൊക്കെ കറക്റ്റാ. പക്ഷെ പഴമയുള്ളത് ഇഷ്ടപ്പെടുന്നവർക്കാട്ടോ ഇത് താല്പര്യം. അതെ. പിന്നെ ഒരു വെറൈറ്റി ഫുഡ് അല്ലേ. ഉപ്പ് മതി. ഇനി നമുക്ക് അരപ്പൊക്കെ വെന്തു. ഇനി അത് വാങ്ങി വെച്ച് കടുക് വറക്കാം. വാങ്ങി വയ്ക്കുക കേട്ടോ. ഇപ്പുറത്തേക്ക് കടുകും കൂടെ വറുത്ത് ചേർക്കണം. എന്നാലും അതിൻ്റെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ അതിൻ്റേതായ രുചി. ചുമന്നുള്ളി നന്നായിട്ട് ചേർക്കണം. അങ്ങനെ നമ്മൾ
എരിശ്ശേരിന്ന് വായിൽ വന്ന കാച്ചിൽ പുഴുക്കിന് തേങ്ങാ കടുക് അല്ല ഉള്ളി കടുക് പൊട്ടിക്കും കേട്ടോ. കടുക് പൊട്ടിക്കും, ഇനി ഉള്ളി മൂപ്പിക്കും. ഇതിലേക്ക് ഈ ഉള്ളിയും കടുകും മൂപ്പിക്കുന്ന കൂടെ സ്വല്പം തേങ്ങയും കൂടെ ചേർത്ത് വറുത്തിട്ട് കഴിഞ്ഞാൽ ഇത് കാച്ചിൽ എരിശ്ശേരിയായി. എരിശ്ശേരി. അപ്പം എരിശ്ശേരി ആകുമ്പോൾ ഇച്ചിരിയോടെ ഒരു ലൂസ് ഫോമിൽ വേണം കേട്ടോ. ഇതിപ്പോൾ ഒരു കട്ട രീതിയിലല്ലേ നമ്മളെടുത്തേക്കണം. കുഴഞ്ഞിട്ടുണ്ട്, പക്ഷേ വാട്ടർ കണ്ടൻറ്റ് കുറവായി. എരിശ്ശേരി ആകുമ്പോൾ ഇച്ചിരിയോടെ ഒരു നനവ് വേണം. ഇപ്പം കപ്പ കുഴയ്ക്കും പോലെ കാച്ചിൽ കുഴച്ചത് വൈകുന്നേരം കഴിക്കാനുള്ളത് വൈകുന്നേരത്തേക്ക്. അപ്പോൾ വൈകുന്നേരത്തേക്ക് വേറെ കുറച്ച് പുറത്ത് ആക്ടിവിറ്റി നമുക്ക് ഷൂട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉച്ചയായപ്പോൾ തന്നെ അതങ്ങ് റെഡിയാക്കി വെച്ചത്. സാധാരണ വൈകുന്നേരമാണ് ചെയ്യാറ്. ചേർക്കുവാണേ, ചേർത്ത് നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ഐറ്റവും കൂടെ ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത് നമ്മൾ കഴിക്കണത്. പിന്നെ വേണമെങ്കിൽ കഴിക്കുമ്പോൾ ഒരു പടം എടുക്കാം, കാണിക്കാം. ശരിക്കും കുഴഞ്ഞില്ലേ ഇപ്പം ഇതേ ഈ മരത്തവിയും കൊണ്ട് ഉടച്ചതാണ്. ഇങ്ങനെ ഈ കാച്ചിലാകുമ്പോൾ നൈസാവും കൊച്ചെ, അകത്തേക്ക് അധികം കടുപ്പയില്ല കാച്ചിലിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും, കാരണം ഇത് വളരെ വളരെ നൊസ്റ്റാൾജിക് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടമാകും. നൊസ്റ്റാൾജിക് ഡിഷ് ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ച് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് മീൻകറി ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. ഉച്ചയോടുകൂടി ഉണ്ടാക്കി വെച്ച് പുഴുക്ക് കാസറോളിൽ ഇട്ട് വെച്ചിരുന്ന പുഴുക്കെന്ന് വെച്ചാൽ കാച്ചിൽ പുഴുക്ക്, അത് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. ഇപ്പോഴും ഇതേ ചൂടുണ്ട് കേട്ടോ. കാസറോളിൽ ഇങ്ങനെ ആ ചൂടോടുകൂടി ഇട്ട് വെച്ചത് കൊണ്ടായിരിക്കാം നല്ല ചൂടുണ്ട്. ഇങ്ങനെ പഴമയുടെ ഒരു ഐറ്റാണിത് അല്ലേ. നമ്മൾ ചമ്മന്തി എടുക്കണില്ല, പകരം മീൻകറിയാട്ടോ കൂട്ടണത് ഇതിന്. അപ്പം മീൻകറി ഒഴിക്കാം അല്ലേ. ഇത്ര മതി അപ്പയ്ക്ക്? അത് മതി. ഈ വൈകുന്നേരം ആയതുകൊണ്ട് അധികം ഇങ്ങനെയുള്ളത് കഴിക്കൂല. കിഴങ്ങ് വർഗ്ഗം ചാറുമറ്റി അധികം ഇല്ല കേട്ടോ, വറ്റിപ്പോയി കറിയുടെ. നേരത്തെ കാണിച്ച ചാറ കഷ്ണവും പുഡിങ്ങൊക്കെ പോയി. അപ്പം ഇതാണ് ഇന്ന് അപ്പം കഴിക്കാൻ പോണ വൈകുന്നേരം. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും എടുക്കാം. ഞാൻ ആദ്യം ഒരു പ്ലേറ്റിലിങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് കൊടുക്കാം. അതെ അല്ലേ. കാച്ചിൽ പുഴുക്കും മീൻകറി. അതെ.